blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഒരു പുതിയ ആഴ്ച, ബ്ലെസ്സിങ് ടുഡേയുടെ പുതിയൊരു ആഴ്ച ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവരെ ദൈവം വളരെയധികം അനുഗ്രഹിക്കുകയും അപ്പോൾ തന്നെ ഈ എപ്പിസോഡ് ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും വിടുതലും ആയി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഗോവയിൽ നിന്നുള്ള സാം വർഗീസിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. 2 മക്കളുടെയും വിദ്യാഭ്യാസവും അവരുടെ ഭാവിയും അനുഗ്രഹിക്കപ്പെടട്ടെ. മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2ാമത് ഒരു കുഞ്ഞിനെ കൂടെ അങ്ങ് നൽകുമാറാകണമേ. അതുപോലെ കർത്താവെ, ഭോപ്പാലിൽ നിന്നും ആഷിഷ് ജേക്കബ് ആൻഡ് ആവി ജേക്കബ്, കർത്താവെ, അവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചവരുടെ വിദ്യാഭ്യാസത്തിനായും ഫ്യൂച്ചറിനായും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ എല്ലാ സ്പോൺസേഴ്സിനെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് നിങ്ങളെ ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. ഇന്ന് ആദ്യമേ തന്നെ നമ്മളൊരു മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് അനേകരെ സൗഖ്യമാക്കിയ, വിടുവിച്ച, ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച അതേ യേശു ഇന്നും നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന. അവൻ വാക്ക് പാലിക്കുന്നവനാണ്. ഗൂഡല്ലൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പൈലി എന്നു പേരുള്ള ഒരു സഹോദരൻ 1/2 നൂറ്റാണ്ടായി ഉണ്ടായിരുന്ന തൻ്റെ പുകവലി ശീലം, ധാരാളമായി സിഗരറ്റുകൾ വലിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ശീലത്തെ അത്ഭുതകരമായി വിടുവിച്ച ഒരു സാക്ഷ്യമാണ്. പുകവലിക്കുന്ന, മദ്യപിക്കുന്ന, ഏതെങ്കിലുമൊക്കെ ദുശ്ശീലങ്ങളിൽ അടിമപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കുമുള്ളൊരു സന്തോഷ വാർത്തയാണ്. ആ സാക്ഷ്യം ഈ സമയത്ത് നമുക്ക് കാണാം. ബ്രദറായി നിൽക്കുന്ന സഹോദരൻ്റെ പേര് പൈലി എന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിന് 62 വയസ്സുണ്ട്. 62 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ നിൽക്കുന്നത്. ഗ്രേറ്റ്. അദ്ദേഹം പറയുന്നത് തനിക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ പുകവലിക്കുമായിരുന്നു. ഏകദേശം 12ാമത്തെ വയസ്സിലാണ് തുടങ്ങിയത്. 12 വയസ്സിൽ പുകവലി? അതെ, ഈ 50 വർഷത്തോളം ഉണ്ടായിരുന്ന പുകവലി. 1/2 നൂറ്റാണ്ട്. യെസ്. താൻ ഇവിടെ 2 വർഷം മുമ്പ്, അതായത് ഈ ഇവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് 2 വർഷം മുമ്പ് ഇദ്ദേഹം സിഗരറ്റ് വലി നിർത്താൻ ശ്രമിച്ചു. നിർത്തി ഏകദേശം 1 വർഷത്തോളം നിർത്തി. പക്ഷേ ഇതിനിടയിൽ സംഭവിച്ച കാര്യമെന്ന് വെച്ചാൽ സിഗരറ്റ് വലി നിർത്തിയപ്പോൾ പാൻപരാഗും ഹാൻസും ഉപയോഗിക്കാൻ തുടങ്ങി. കണക്കല്ലാത്ത മാതിരി ഹാൻസും പാൻപരാഗും ഉപയോഗിക്കാൻ തുടങ്ങി. ഒന്ന് മാറി വേറൊന്നും, ഒരു ദുശീലം മാറി വേറെ ദുശീലത്തിലേക്ക് പാൻപരാഗും ഹാൻസും തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തനിക്ക് തലവേദനയും വല്ലാതെ ശ്വാസം മുട്ടും അസ്വസ്ഥതകളെല്ലാം തുടങ്ങിയിരുന്നു. എന്നിട്ട് അപ്പോൾ ഈ തലവേദനയും ഈ ശ്വാസം മുട്ടലും അതുപോലെ അസ്വസ്ഥത തുടങ്ങിയപ്പോൾ അതും നിർത്തി വീണ്ടും പുകവലി സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു നീണ്ട കഥയാണ്. വീണ്ടും പുകവലി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇതിനിടയിൽ ഇദ്ദേഹം പറഞ്ഞ രസകരമായ ഒരു കഥയുണ്ട്. 1972 ഇവിടെ ഈ കുടിയിറക്ക് പ്രശ്നം വന്നപ്പോൾ, ഇദ്ദേഹം ഇവിടെ വന്ന വ്യക്തിയാണ്. കുടിയിറക്ക് പ്രശ്നം വന്നപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിനകത്തിട്ടു. 1972 ആ കുടിയിറക്ക് പ്രശ്നത്തിൽ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിനകത്തിട്ടു. ആ പ്രശ്നത്തെ തുടർന്ന് കോയമ്പത്തൂർ ജയിലിൽ 22 ദിവസം ഇദ്ദേഹം കിടന്നിരുന്നു. ആ സമയത്ത് 2 നേരം മാത്രമേ ഭക്ഷണം കൊടുക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇദ്ദേഹം ചെയ്തത് ഈ 2 നേരത്തെ ഭക്ഷണം വിറ്റിട്ട് അതിനെ സിഗരറ്റ് വാങ്ങിക്കും, അതിൽ ബീഡി വാങ്ങിക്കും.
ഭക്ഷണം വിറ്റിട്ട് ഈ 2 നേരത്തെ ഭക്ഷണം വിറ്റാൽ ഇദ്ദേഹത്തിന് വേറെ ഒരു ജയിലിൽ കിടക്കുന്നവർ കൊടുത്തു കഴിഞ്ഞാൽ പകരം സിഗരറ്റോ അല്ലെങ്കിൽ ബീഡിയോ കിട്ടും. അപ്പോൾ 22 ദിവസം, അതായത് ഭക്ഷണത്തിന് പകരം 22 ദിവസം അരിയാഹാരം കഴിച്ചില്ല ഞാൻ അന്ന്. അതായത് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കൂട് മാത്രം കഴിച്ച് ജീവിച്ചേ. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, 22 ദിവസത്തെയും ആ 2 നേരം കിട്ടുന്ന ഭക്ഷണം വേറെ ആളുകൾക്ക് വിറ്റിട്ട്, അതായത് ജയിലിനകത്തുള്ളവർ കൊടുത്തിട്ട് അതിന് പകരം സിഗരറ്റ് വാങ്ങിക്കും എന്ന് വെച്ചാൽ ഒരു കൈമാറ്റ കാര്യമാണ് അവിടെ ചെയ്തത്. അതായത് ചോറ് കൊടുത്ത് സിഗരറ്റ് വാങ്ങി. എന്നിട്ട് 20. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതിൽ തിരക്കഥയൊക്കെ എഴുതാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു സിനിമയാക്കാം. അദ്ദേഹം പറയുന്നത് 1/2 മണിക്കൂർ കൂടുമ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട്, ബീഡി അല്ലെങ്കിൽ സിഗരറ്റ് പുകവലിച്ചുകൊണ്ടിരിക്കും. അതുപോലെ അഡിക്റ്റ് ആയിരുന്നു ഇദ്ദേഹം. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് 2013 മാർച്ച് മാസം 11-ാം തീയതി, ഈ കഴിഞ്ഞ മാസം 11-ാം തീയതി ബ്ലെസ്സിൻ്റെ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് സിഗരറ്റ് പാക്കറ്റ് എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് തോട്ടത്തിലേക്ക് പോകാനിരിക്കുന്ന സമയത്താണ് ബ്ലെസ്സിൻ്റെ കൂടെ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, അനേക വർഷമായി പുകവലി നിർത്തുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പോൾ വിടുവിക്കുന്നു എന്ന് പറഞ്ഞു. പുകവലി നിർത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ, നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന പുകവലി നിർത്തണം, പക്ഷേ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ ആസക്തി ഇപ്പോൾ വിട്ടുപോകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അപ്പോൾ ഇത് സിഗരറ്റ് എടുത്ത് പോക്കറ്റിലിട്ട് പോകാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടത്. ഉടനെ അവിടെ നിന്ന് ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞു തൻ്റെ ശരീരത്തിൽ ഷോക്ക് അടിക്കുന്ന മാതിരി തോന്നി. ഈ പ്രോഗ്രാമിനിടയിൽ തന്നെ ഷോക്ക് അടിക്കുന്ന മാതിരി തോന്നി. അദ്ദേഹം ആ സിഗരറ്റ് പാക്കറ്റ് എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു. ഇന്നിപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസം 11-ാം തീയതി അന്ന് ആ ബ്ലെസ്സിംഗ് ടുഡേയിലെ പ്രാർത്ഥനയിലൂടെ ആ പുകവലിക്കൊരു വിടുതൽ തനിക്ക് ലഭിച്ചു. ആ ദുശീലത്തിൽ നിന്നൊരു വിടുതൽ തനിക്ക് ലഭിച്ചു. ഇന്ന് 12 ദിവസമായി താൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. കാരണം 1/2 മണിക്കൂർ കൂടുമ്പോൾ സിഗരറ്റ് പുകവലിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് 12 ദിവസമായി പൂർണ്ണമായും സ്വർഗത്തിലെ നമ്മുടെ കർത്താവ് തന്നെ ആ പുകവലി എന്ന ദുശീലത്തിൽ നിന്നും വിടുവിച്ച സാക്ഷ്യമാണത്. കൺഗ്രാറ്റുലേഷൻസ്. ഹല്ലേലൂയ. ഇതൊരു നല്ല സാക്ഷ്യമാണ്. ഇനി വലിക്കോ? ഇനി എന്നാ വലിക്കാം? എൻ്റെ ജീവിതത്തിൽ ഇനി വലിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം അത്രമാത്രം ഞാൻ ബുദ്ധിമുട്ടി ചുമച്ചോണ്ടിരുന്ന വ്യക്തിയാണ്. ചുമച്ച് ശ്വാസം മുട്ടുമായിരുന്നു. എനിക്ക് കണ്ണെല്ലാം ഇങ്ങനെ മിഴിച്ചു വരുമായിരുന്നു, രാത്രിയിലും രാവിലെയും. ഇപ്പോൾ അത് നിർത്തി. ആ സെക്കൻഡിൽ തൊട്ട് ഇന്ന് ഇതുവരെ ചുമച്ചിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം തൊട്ട് ചുമ എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഗൂഡല്ലൂർകാരനാണോ? ഞാൻ ഗൂഡല്ലൂർ താലൂക്ക് പന്തല്ലൂർ താലൂക്ക് അയ്യങ്കൊല്ലിയിലാണ് എൻ്റെ വീട്. ഇദ്ദേഹത്തെ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എപ്പോഴെങ്കിലും കാണുകയോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരോ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എൻ്റെ മൂത്ത മകന്റെ കുട്ടി. ഓടി വന്നേ മോനെ, ആ ചെറുക്കനോടൊന്ന് ചോദിക്കട്ടെ. ഓടി വാ മോനെ. ഈ പറഞ്ഞതെല്ലാം ശരിയാണോ അത് കള്ളമാണോ? അപ്പച്ചി പോകാൻ വലിക്കായിരുന്നു. ശരിയാണോ അത്? എത്ര എണ്ണം വലിക്കുമായിരുന്നു? കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം ഒരു പാക്കറ്റൊക്കെ വലിക്കും. മൊത്തം ഇരുന്ന് വലിച്ചു. കുട്ടികൾക്ക് അറിയില്ലല്ലോ എന്തോരം ഞാൻ വലിക്കും, കണക്കില്ല. കണ്ടിരിക്കുന്ന അത്രേ ഉള്ളൂ. 6 പാക്കറ്റിൽ മേലെ വലിക്കുമായിരുന്നു. ഇപ്പൊ നിർത്തിയത് അറിയാമോ? ഇങ്ങനെയാണ് നിർത്തിയത് പറഞ്ഞായിരുന്നു. ഈയിടെ വലിച്ച് കണ്ടിട്ടുണ്ടോ? ടോയ്ലറ്റിലൊക്കെ കയറി വലിക്കുന്നുണ്ടോ മനുഷ്യൻ? നോക്കിക്കൊള്ളണം. ഇല്ല. സത്യമാണ്. സത്യം. ഹല്ലേലൂയ. എന്നെ ദൈവമാണ് ഇങ്ങോട്ട് അയച്ചത്. ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതല്ല. ഞാനിങ്ങനെ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ സുൽത്താൻ ബത്തേരിയിൽ വന്ന അന്ന് വരണമെന്ന് ഓർത്തിരുന്നു. കാരണം എനിക്ക് അതല്ലാണ്ട് എന്നെ സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ രോഗിയാണ്, എൻ്റെ കുടുംബത്തിൽ എല്ലാവരും രോഗിയാണ്. അപ്പോൾ ഈ സുവിശേഷം ദിവസവും ഇങ്ങനെ കേൾക്കും. എന്നാലും ഞാൻ ഈ സുവിശേഷം തീരുമ്പോഴത്തേക്ക് ആ ടി വിയുടെ മുമ്പിലിരുന്ന് 3 സിഗരറ്റെങ്കിലും വലിച്ചിരിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അനവധി കാലമായി ഞാൻ ബ്ലെസ്സിംഗ് ടുഡേ സുവിശേഷം കേൾക്കുന്ന വ്യക്തിയാണ് രാവിലെ. ഇത് കേൾക്കുക എന്നുള്ളതല്ലാതെ എന്നിൽ യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സാക്ഷ്യം പറയണമെന്നുള്ള യാതൊരു ഇതും എനിക്കില്ല. കാരണം ആൾക്കാരെ അറിയിക്കണം, എന്നിൽ വന്ന മാറ്റം മറ്റുള്ളവർ അറിയണമെന്ന് ഓർത്ത് മാത്രം ഇന്ന് ഞാൻ ഇവിടെ സന്തോഷമുണ്ട്, വാസ്തവമായ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇനി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ദുശീലങ്ങളിൽ പെട്ട് കിടക്കുകയാണ്, പുറത്ത് പറയാനും പറ്റില്ല. പക്ഷേ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളിൽ നിന്നും അത് മാറിയിരിക്കും. ഹല്ലേലൂയ. കൈകളെല്ലാവരും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് മദ്യപാനം, പുകവലി, ലഹരി മരുന്ന് തുടങ്ങിയ സകലത്തിൻ്റെയും അടിമത്തത്തിൽ കിടക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സാക്ഷ്യം കാണുമ്പോൾ കേൾക്കുമ്പോൾ അവർ കൂടെ സൗഖ്യമാകട്ടെ,
വിടുതൽ പ്രാപിക്കട്ടെ, യേശുവിൻ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൻ്റെയോ പുകവലിയുടെയോ ലഹരി മരുന്നിൻ്റെയോ ഉപയോഗം മൂലം അവരുടെ ശരീരങ്ങളിൽ വന്നിട്ടുള്ള രോഗങ്ങളോ ആഫ്റ്റർ ഇഫക്റ്റുകളോ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതലുകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ രോഗികൾ കൂടെ സൗഖ്യമാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗൂഡല്ലൂരിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മൈക്രോഫോൺ എടുത്ത ആ സമയം മുതൽ അതിശക്തമായ ദൈവിക സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവിക സാന്നിധ്യം വാക്ക് തെറ്റിക്കാതെ കർത്താവ് അവിടെ ഇറങ്ങി വന്നു. നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്നൊരു വാക്യമാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. എന്നാൽ അനേകർ അവൻ്റെ നാമത്തിൽ ഒരു സ്ഥലത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൂടി വരുമ്പോൾ അവൻ്റെ സാന്നിധ്യം എത്ര അധികമാണ്. എല്ലാം മറന്ന് ആരാധിച്ച ആ നിമിഷങ്ങളിൽ കർത്താവ് പലരെ സൗഖ്യമാക്കി. ഒത്തിരി സാക്ഷ്യങ്ങൾ അവിടെ കേട്ടു. അതിലൊന്നാണ് നിങ്ങൾ കുറച്ചു മുമ്പ് കേട്ടത്. തുടർന്ന് അവിടെ നൽകപ്പെട്ട വചന സന്ദേശത്തിൻ്റെ ഒരു ഭാഗം ഇന്ന് നിങ്ങൾ കേൾക്കും. നാളെ ഇതിൻ്റെ ബാക്കി നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 19:10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഫോർ ദ സൺ ഓഫ് മാൻ കെയിം ടു സീക്ക് ആൻഡ് ടു സേവ് ദ ലോസ്റ്റ്. മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടതിനെ അല്ലെങ്കിൽ കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിക്കുവാൻ വേണ്ടിയാണ്. വേറൊരു ഭാഗത്ത് പറയുന്നു, കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിക്കാൻ മാത്രമല്ല, അവർക്ക് വേണ്ടി ജീവൻ നൽകുവാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. എൻ്റെ 16 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ ഐ വാസ് എ ലോസ്റ്റ് ഷീപ്പ്. കാണാതെ പോയ ഒരു ആടിനെ പോലെയാണ് ഞാൻ ജീവിച്ചത്. പ്രാർത്ഥിക്കും, അവിടെ ഇവിടെയൊക്കെ നടക്കും ഒക്കെയാണെങ്കിലും ഒരിക്കലും ഞാൻ കണ്ടെത്തപ്പെട്ട അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നില്ല. എന്നാൽ യേശു ഭൂമിയിലേക്ക് വന്നത് എന്നെപ്പോലെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തികളെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് യേശു വന്നത്. ഇന്നിവിടെ ഇരിക്കുന്നവരിൽ ദൈവവുമായി യഥാർത്ഥമായി ശരിയായ നല്ലൊരു ബന്ധമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ ആ സ്നേഹം ഇന്നിവിടെ നിൽക്കുകയാണ്. കാണാതെ പോയവരെ തേടി ജീവൻ നൽകി രക്ഷിക്കുന്ന ആ സ്നേഹം ഇവിടെയും ഉണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അനുസരിച്ച് ജീസസ് കെയിം ടു സേവ് us ഫ്രം our സിൻസ്. നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. എന്തിനു വേണേലും മനുഷ്യന് ജയിക്കാം. ഇന്ത്യക്ക് പടവെട്ടി മറ്റ് രാജ്യങ്ങളെ ജയിക്കാം. ലോകത്തെ ഒരു വ്യക്തി വിചാരിച്ചാൽ കീഴടക്കാം. അലക്സാണ്ടർ പോലെയുള്ള വ്യക്തികൾ, ഒരൊറ്റ വ്യക്തി ലോകം മുഴുവൻ കീഴടക്കാൻ ശ്രമിച്ചവരാണ്. ഇതൊക്കെ ചെയ്യാം. പക്ഷേ അവരവരിൽ വസിക്കുന്ന പാപ സ്വഭാവത്തെ ജയിക്കുവാൻ പലപ്പോഴും മനുഷ്യന് കഴിയാറില്ല. മനുഷ്യനൊരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ സ്വയം സാധിക്കുകയില്ല. എന്നാൽ യേശു വന്നത്, ബൈബിൾ പറയുന്നു, പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനാണ് യേശു വന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നത്, ജീസസ് കെയിം ടു ഫുൾഫിൽ ദ ലോ. ന്യായപ്രമാണത്തെ നിവർത്തിയാക്കുവാനാണ് യേശു വന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം മനുഷ്യന് ന്യായപ്രമാണത്തെ കൊടുത്തു. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദ ലോ. മോശയിലൂടെ മനുഷ്യന് ലഭിച്ച 10 കൽപ്പനകളും അനുബന്ധ കൽപ്പനകളും. സ്കൂളുകളിൽ ചെന്നാൽ, പള്ളികളിൽ ചെന്നാൽ, വീടുകളിൽ ചെന്നാൽ 10 കൽപ്പനകൾ, 10 കൽപ്പനകൾ പല സ്ഥലങ്ങളിലും പ്രിൻ്റ് ചെയ്തും ഫ്രെയിം ചെയ്തൊക്കെ വച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വെച്ചിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾ ഈ 10 കൽപ്പന അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ പലതും ആയിരക്കണക്കിന് പ്രാവശ്യം അവർ ലംഘിച്ചവരാണ്. എങ്കിലും ഈ 10 കൽപ്പന എല്ലാ പള്ളികളിലും സൺഡേ സ്കൂളുകളിലും കാറ്റഗിസം ക്ലാസ്സുകളിലും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ 10 കൽപ്പന അനുസരിക്കുവാൻ മനുഷ്യന് ഇതുവരെ സാധിച്ചിട്ടില്ല.
ബൈബിൾ പറയുന്നു, ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച്, പക്ഷെ ഒന്നിൽ തെറ്റിയാൽ എല്ലാറ്റിലും തെറ്റിപ്പോയി. 10 കൽപ്പനകളിൽ 9 ശരിയാക്കി, 1 തെറ്റിച്ചാൽ 9 മാർക്കല്ല ലഭിക്കുന്നത്, 0 മാർക്കല്ല ലഭിക്കുന്നത്. കാരണം മുഴുവൻ അനുസരിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തി രക്ഷ പ്രാപിക്കൂ. ഇത് ലഭിച്ച മോശെ മുതൽ, ശ്രദ്ധിച്ചു കേൾക്കണം, ന്യായപ്രമാണം നമുക്ക് ലഭിച്ചത് മോശയിലൂടെയാണ്. കൽപ്പലകകളിൽ ദൈവം തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതിയ കൽപ്പനകളുമായിട്ടാണ് മോശെ സീനായി മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, അതിലൊരു കൽപ്പനയാണ് കൊല്ലരുത്. മോശ കൊന്നവനാ. ന്യായപ്രമാണം ആരിലൂടെ വന്നോ അയാൾ പോലും ആ കൽപ്പനകളെ ലംഘിച്ച വ്യക്തിയാണ്. യേശു പറയുന്നത്, മനുഷ്യർക്കാർക്കും ഈ കൽപ്പനകളോ ന്യായപ്രമാണമോ തത്വങ്ങളോ പൂർണ്ണമായും അനുസരിക്കുവാൻ സാധ്യമല്ല. എന്നാൽ യേശു എല്ലാ കൽപ്പനകളും ന്യായപ്രമാണവും പൂർണ്ണമായും നമുക്ക് വേണ്ടി അനുസരിച്ച് അതിന് പൂർത്തി വരുത്തി. ജീസസ് came to fulfill the law. അത് മുഴുവൻ കർത്താവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, യേശു ഇത് മുഴുവൻ നിവർത്തിച്ചത് കൊണ്ട് ഇനി നമ്മൾ ആ യേശുവിൽ വിശ്വസിച്ചാൽ മതി. ആ യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അവൻ അനുസരിച്ചതുകൊണ്ട്, അവൻ എല്ലാം ചെയ്തതുകൊണ്ട് നാം അതിൽ നിന്നും സ്വതന്ത്രമായി മാറുന്നു. നാം പൂർണ്ണമായും അതിൽ നിന്നും വിടുവിക്കപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 9:13 വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: ജീസസ് came to call sinners to repentance. പാപികളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ആരാണ് പാപി? കുറച്ച് പാപം ചെയ്തവരോ വലിയ പാപം ചെയ്തവരോ എന്ന് വ്യത്യാസമില്ല. ബൈബിൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. അതുകൊണ്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് സകലരെയും മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുവാനാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും യേശു ക്ഷണിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ക്ഷണിക്കുന്നത്? മാനസാന്തരത്തിലേക്ക്. ചെയ്യുന്ന തെറ്റുകൾ, പാപങ്ങൾ ഓർത്ത് മനസ്സിൽ മാനസാന്തരം, 2 മലയാള വാക്കുകൾ ചേർന്നാണത് വന്നിരിക്കുന്നത്. 1 മനസ്സ്, 2 അന്തരം. മനസ്സ് എല്ലാവർക്കും അറിയാം. അന്തരം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അർത്ഥം. മനസ്സിന് ഒരു മാറ്റമുണ്ടാകുക, അനുതപിച്ച് പശ്ചാത്തപിച്ച് ഉള്ളിൽ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാക്കുക, അതാണ് മാനസാന്തരം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെടണം. കാരണം ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് ചെന്ന് ചോദിച്ചു, ഈ ഹെരോദ രാജാവ് ചിലരുടെ രക്തം അവരുടെ ബലികളിൽ കലർത്തിയ സംഭവമൊക്കെ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, വേറൊരു സ്ഥലത്തൊരു ഗോപുരം വീണ് കുറേ പേര് മരിച്ചു. ഇവരൊക്കെ മറ്റുള്ളവരെക്കാൾ ദുഷ്ടരായിട്ടാണോ ഇങ്ങനെ നശിച്ചു പോയത്? നമ്മുടെ ചുറ്റിൽ ഇതുപോലെ ബസ് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പാറ അല്ലെങ്കിൽ മണ്ണ് ഇടിഞ്ഞു വീണ് ഉരുൾപൊട്ടലുണ്ടായി അനേകർ മരിക്കാറുണ്ട്. പലവിധ അത്യാഹിതങ്ങളിൽ പലരും മരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുമോ ദുഷ്ടന്മാരായിരിക്കും, അവരൊക്കെ ദുഷ്ടന്മാരായതുകൊണ്ട് ദൈവം അവരൊക്കെ വേഗം മാറ്റുകയാണ്. പക്ഷേ യേശു അതിന് മറുപടി പറഞ്ഞത് എന്തെന്നറിയാമോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിച്ചു പോകും. മാനസാന്തരപ്പെടാതിരുന്നാൽ ഒരാൾ പോലും രക്ഷ പ്രാപിക്കുകയില്ല. ഒരുപക്ഷെ സമൂഹത്തിൽ വലിയ നിലയും വിലയൊക്കെ ഉള്ള ആളായിരിക്കാം, പക്ഷെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ആ വ്യക്തി നശിച്ചു പോകും. എത്ര പേർ ഹല്ലേലൂയ പറയും? ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ഒരുപക്ഷെ നമ്മൾ തമ്മിൽ ഇനി കണ്ടില്ലെന്നിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളോട് വളരെ 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 സ്നേഹത്തോടെ, അപ്പോൾ തന്നെ ഗൗരവത്തോടെ എനിക്ക് പറയാനുള്ളത്, മാനസാന്തരപ്പെടുക. ചെയ്യുന്ന പാപങ്ങളെ ഓർത്ത്, രഹസ്യമായ പാപങ്ങളാകാം, പരസ്യമായ പാപങ്ങളാകാം, മാനസാന്തരപ്പെടുക, ദൈവത്തിലേക്ക് തിരിയുക. യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് അങ്ങനെയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക.
അപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന അടുത്ത നിമിഷങ്ങളിൽ അകത്ത് അനുതപിക്കുക, ദൈവമേ ഞാൻ പാപം ചെയ്തു പോയി, എന്തെല്ലാം വൃത്തികെട്ട ചിന്തകൾ എൻ്റെ തലയിൽ വന്നു, എന്തെല്ലാം ആവശ്യമില്ലാത്തത് ഞാൻ സംസാരിച്ചു, എന്തെല്ലാം ആവശ്യമില്ലാത്തത് എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ ചെയ്തു പോയി, ആ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. മാനസാന്തരത്തിൻ്റെ ഒരനുഭവം. അപ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഒരു ഉദ്ദേശം പാപികളെ എന്ന് വെച്ചാൽ എല്ലാവരെയും, മാനവ ജനതയെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ആഴ്ചയിൽ നമുക്ക് 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളാണ് നടക്കുന്നത്. കോയമ്പത്തൂരിലേക്ക് 2ാമത്തെ പ്രാവശ്യം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ടീം ഈ വെള്ളിയാഴ്ച വരികയാണ്. കോയമ്പത്തൂരിലും പരിസര പ്രദേശങ്ങളിൽ പലപ്പോഴും പവർ കട്ട് ഉള്ളതുകൊണ്ട് ഒത്തിരി പേർക്കും ചില സമയത്ത് മോർണിംഗിലൊക്കെ ഇത് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അറിയാവുന്നവർ കോയമ്പത്തൂരിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു പറയണം. അവർക്കൊക്കെ ഇതൊരു അനുഗ്രഹമായി മാറുവാൻ. ശനിയാഴ്ച തൃശ്ശൂരാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇവിടെയൊക്കെ വന്നു ചേരാവുന്നവരെല്ലാം വന്നു ചേർന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുക. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അനുഗ്രഹങ്ങളെ പങ്കുവയ്ക്കാം. ഞാനിന്ന് വിശ്വസിക്കുന്നു ഈ ഒരൊറ്റ എപ്പിസോഡിലൂടെ ആയിരങ്ങളെ സ്പർശിക്കുവാൻ, തൊടുവാൻ, സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരേ മാസം തന്നെ പല പ്രാവശ്യം ഇടവിട്ട് പനി വന്നുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി, കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ യേശു നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു മാരക രോഗത്തിനടിമയാണ് നിങ്ങളെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ കാരണങ്ങൾ എന്ത് തന്നെയായിരുന്നാലും യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ തലയ്ക്കകത്ത് എന്തൊക്കെയോ പ്രയാസങ്ങൾ വരികയും ഇപ്പോൾ തല മൊട്ടയടിച്ച് ഇരിക്കുന്നൊരു വ്യക്തി, ഒരു സഹോദരനെ ഞാൻ ഈ സമയത്ത് കാണുന്നു. കർത്താവ് നിങ്ങളെ സ്പർശിച്ച് സൗഖ്യമാക്കുകയാണ് ഇൻ ജീസസ് നെയിം. ഒരു കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇപ്പോൾ തന്നെ ആ കൈ നിവർത്തുക, ഉയർത്തുക, ചലിപ്പിക്കാൻ തുടങ്ങുക. എന്തോ ഒരു ക്രാക്കിംഗ് സൗണ്ട് അകത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കൈ സൗഖ്യമാകുകയാണ്. ഒരിക്കൽ പള്ളിയിൽ വെച്ച് വരണ്ട കൈയുള്ളൊരു മനുഷ്യനോട് യേശു പറഞ്ഞ് കൈ നീട്ടുക. ചലനശേഷിയില്ലാത്ത കൈ നീട്ടുവാൻ താൻ മനസ്സ് വെച്ചപ്പോൾ അത് വിടർന്നു. ആ വരണ്ട കൈ ചലനശേഷിയുള്ളതായി മാറി. യേശുവിൻ നാമത്തിൽ അതേ സൗഖ്യം ഇപ്പോൾ നടക്കുന്നു. എല്ലാവിധ ക്യാൻസർ രോഗികളും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ഹാർട്ടിൻ്റെ രോഗങ്ങൾ മാറിപ്പോട്ടെ. വാൽവുകൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ഉദരങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത ഉദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ഫാദർ. ദാമ്പത്യ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. വിവാഹമോചനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ചിലർ വീണ്ടും ഒരുമിച്ചാകുവാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉള്ളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വാതരോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഞാനിത് പറയുമ്പോൾ ഏതോ മെഡിക്കൽ റിപ്പോർട്ടുകൾ കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചിലരെ എൻ്റെ ഉള്ളിൽ കർത്താവ് കാണിച്ചു തരുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്തൊക്കെയോ, സ്കാനിങ് റിപ്പോർട്ടാകാം, എക്സ്റേ ഫിലിമാകാം, എന്തൊക്കെയോ കയ്യിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എഴുതിയ ചീട്ടുകളാകാം, കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചിലർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വ്യക്തികളിപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹോസ്പിറ്റലുകളിൽ, ജയിലുകളിൽ, ഭവനങ്ങളിൽ, ഓഫീസുകളിൽ എവിടെ ഇരുന്നുകൊണ്ട് ഇത് കാണുന്നു അവിടെ ഇപ്പോൾ അത്ഭുത രോഗസൗഖ്യം നടക്കട്ടെ. ഫിനാൻഷ്യൽ മിറക്കിൾസ് നടക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവിക അനുഗ്രഹങ്ങളെ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തേത് മുടങ്ങരുത്. ഈ ഭൂമിയിൽ
മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, സഹായം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിനെ കുറിച്ച് ചിലരോട് പറയുക. ഇതിൻ്റെ ടൈം അവർക്ക് SMS ചെയ്യുക, ചാനലിൻ്റെ പേര് SMS ചെയ്യുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: കൊയ്ത്ത് വളരെയധികം, വേലക്കാരോ ചുരുക്കം. ഇത് യേശു ആരോട് പറഞ്ഞു? The harvest is plentiful, but the workers are few. Whom did Jesus say this to? Options: A. പരീശന്മാരോട്, B. പത്രോസിനോട്, C. ശിഷ്യന്മാരോട്, D. ജനക്കൂട്ടത്തോട്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം നൽകുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.